Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത്. ചിക്കനോ മുട്ടയോ ഒന്നുമില്ലാതെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സോയ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് സോയ ചങ്ക്സ് എടുക്കാം. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരുള്ളൂ കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് തിളച്ച് വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇങ്ങനെ തിളപ്പിച്ചെടുക്കില്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുത്താലും മതി. അപ്പോഴും വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി വന്ന ശേഷം കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് ഞാനിപ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ചൂടാറിയ ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള സോയ ചങ്ക്സ് ആയതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതും വാങ്ങിക്കാൻ കിട്ടും, ചെറുതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. ഇതുപോലെ കട്ടി കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോസേജൊക്കെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന പോലെ. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വട്ടത്തിലൊന്നും ആയി വരില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ സോയയിൽ ചെറുതായിട്ടൊരു നനവുണ്ടാവും, അത് മതി. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർക്കുന്ന ഓയിൽ പെട്ടെന്ന് ഈ സോയിലേക്ക് പിടിച്ച് വരും. അതുകൊണ്ട് നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം ചെറിയ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് തക്കാളി, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ മയോണൈസ് ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈസി ആയിട്ട് ഈ രീതിയിൽ മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വെളുത്തുള്ളി ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ പാലുമാണ് എടുത്തുള്ളത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇതിപ്പോൾ വീണ്ടും അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മസ്റ്റാർഡ് പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മളിത് ചെറിയൊരളവിൽ തയ്യാറാക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഓയിലും പാലും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തുള്ളത്. അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. എന്നാലേ നല്ല തിക്കായിട്ട് വരുള്ളൂ. ഇനി ഇത് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള സോയ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട നല്ല ക്രീമി ആയിട്ടുള്ള സോയ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
ഒരു പാൻ ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. ഇതുപോലെ രണ്ട് സൈഡൊന്ന് മൊരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു ബ്രെഡിൽ മസാല നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് വേറൊരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് വെച്ച് തയ്യാറാക്കിയുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.